ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5ൻ്റെ പേരാണ് എംബ്രൈസിങ് എമ്പതി. എംബ്രൈസിങ് എന്ന് പറഞ്ഞാൽ പുണരുക, കെട്ടിപ്പിടിക്കുക. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. അപ്പോൾ ഇവിടെ ഒരു കോട്ടിംഗ് ഉണ്ട്. എന്താണ്? വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു കോട്ടിംഗ് ആണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഐ ഡു നോട്ട് ആസ്ക് ദ വൂണ്ടഡ് പേഴ്സൺ ഹൗ ഹീ ഫീൽസ്. I myself become the wounded person. I do not ask the wounded person how he feels. Wounded എന്ന് പറഞ്ഞാൽ എന്താ? മുറിവേക്കുക. അപ്പോൾ മുറിവേറ്റൊരു വ്യക്തിയോട് എന്താണ് തോന്നുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഐ മൈസെൽഫ് ബിക്കം ദ വൂണ്ടഡ് പേഴ്സൺ. ഞാൻ സ്വയം മുറിവേറ്റ വ്യക്തിയായിട്ട് മാറുന്നു. സ്വയം മുറിവേറ്റ വ്യക്തിയായാൽ മാത്രമല്ലുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ ആ മുറിവിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? Embracing empathy is important for building strong relationship and a kind community. അപ്പം നമ്മൾ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കണം. എംബ്രേസിങ് എമ്പതി അത് എന്തിനൊക്കെ നമുക്ക് ഉപകാരപ്രദമാണ്? സ്ട്രോങ് റിലേഷൻഷിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ സ്ട്രോങ് ആക്കുന്നതിനും അതേപോലെ തന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനും നമുക്ക് എംബ്രേസിങ് എമ്പതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മീൻസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അതേഴ്സ് ഫീൽസ് ആൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. ഇപ്പോൾ എംബ്രൈസിങ് എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റുള്ളവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എംബ്രൈസിങ് എമ്പതി എന്ന് പറയുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അതേഴ്സ് ഫീൽസ് ആൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അവർ ഏതൊക്കെ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വെൻ വി എമ്പതൈസ് വി പുട്ട് അവർ സെൽസ് ഇൻ അതേഴ്സ് ഷൂസ് ആൻഡ് ട്രൈ ടു സീ തിങ്സ് ഫ്രം ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ നമ്മൾ എമ്പതി ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവരായി മാറുകയാണ്. എന്നിട്ട് അവർക്കുണ്ടാകുന്ന വേദന നമ്മൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദിസ് ഹെൽപ്പ് us കണക്ട് വിത്ത് അതേഴ്സ് ഓൺ എ ഡീപ്പർ ലെവൽ ആൻഡ് ഷോ ദം കൈൻഡ്നസ് ആൻഡ് കമ്പാഷൻ. ഇത് നമ്മളെ എന്തിനു സഹായിക്കും? മറ്റുള്ളവരോട് ദയ കാണിക്കാനും അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാനും നമ്മളെ സഹായിക്കുന്നു. ബൈ ബീയിങ് എംപതറ്റിക് വി ക്യാൻ മേക്ക് എ പോസിറ്റീവ് ഡിഫറൻസ് ഇൻ ദ ലീവ്സ് ഓഫ് ദോസ് അറൗണ്ട് അസ്. അപ്പം നമ്മൾ എമ്പതി ഉള്ളവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവരെ നമുക്കൊരു പോസിറ്റീവ് ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോട്ടിങ്ങിൻ്റെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇനി അടുത്തത് നോക്കൂ, ദ ഡോർവേ. ഇവിടെ ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ വുമൺ ഡൂയിങ്? എന്താണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്? ഒരു വുമണ്, ഒരു സ്ത്രീ നടുവിൽ നിൽക്കുന്നുണ്ട്. ചുറ്റും കുറേ പിള്ളേരുണ്ട്, കുറേ ഗിഫ്റ്റ് ബോക്സും ഉണ്ട് അല്ലേ? എന്താണ് ആ വുമൻ ചെയ്യുന്നത്? അപ്പം നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ദ പിക്ചർ ഡെപ്പിക്സ് എ ഹാർട്ട് വാർമിംഗ് സീൻ ഓഫ് എ വുമൻ സറൗണ്ടഡ് ബൈ 7 എക്സൈറ്റഡ് ചിൽഡ്രൻ ഈഗേർലി അവൈറ്റിംഗ് ഗിഫ്റ്റ്സ്. അപ്പോൾ നമുക്ക് ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം 7 കുട്ടികളാണുള്ളത്. ഒരു വുമണ്, ആ വുമണിന് ചുറ്റും 7 കുട്ടികളാണ്. അവർ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മളായാലും എക്സൈറ്റഡ് ആണല്ലേ? ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഗിഫ്റ്റ് ബോക്സ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിലെന്താണെന്നറിയാൻ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. അതേപോലെ ആ കുട്ടികളും എക്സൈറ്റഡ് ആണ്. ഈഗർലി അവൈറ്റിംഗ് ഗിഫ്റ്റ്സ്. ഇപ്പം നമ്മളിപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട്, ന്യൂ ഇയർ ഫ്രണ്ട്, അതൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നടന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർ കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്നറിയാൻ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ, ദ വുമൻ ഹോൾഡ്സ് എ ഗിഫ്റ്റ് ബോക്സ്. അവർ ഒരു ഗിഫ്റ്റ് ബോക്സ് പിടിച്ചിട്ടുണ്ട്. വൈ 2 ഗേൾസ് ഹോൾഡ് സിമിലർ ബോക്സസ് ആൻഡ് എ ബോയ് ക്യാരീസ് എ ഗിഫ്റ്റ് ബാഗ്. അപ്പോൾ ആ ഒരു പിക്ചറിലുള്ള കാര്യങ്ങളാണ്. ദ റിമൈനിങ് ചിൽഡ്രൻ ലുക്ക് ഓൺ വിത്ത് ആൻറ്റിസിപ്പേഷൻ കൺവേയിങ് എ സെൻസ് ഓഫ് കൈൻഡ്നസ്, ജനറോസിറ്റി ആൻഡ് സെലിബ്രേഷൻ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ജോയ്ഫുൾ, സജസ്റ്റിംഗ് എ സ്പെഷ്യൽ ഒക്കേഷൻ ലൈക്ക് ബർത്ത്ഡേ പാർട്ടി ഓർ ചാരിറ്റബിൾ ഈവൻറ്റ്. അപ്പോൾ അതൊരു ബർത്ത്ഡേ പാർട്ടിയാവോ അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഇവൻ്റ്, എല്ലാവരും ക്യൂരിയോസിറ്റിയോട് കൂടിയാണ്, എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയാണ് എല്ലാവരും കൈൻഡ്നസ്സോട് കൂടി ഒരു സെലിബ്രേഷൻ മോഡിലൊക്കെയാണ് നമുക്ക് ആ പിക്ചർ കണ്ടാൽ തോന്നുന്നത്. ഇനി വാട്ട് ഈസ് ദ വുമൻ ഡൂയിങ്? ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ദ വുമൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് ഗിഫ്റ്റ് ടു ദ ചിൽഡ്രൻ. വുമൻ എന്താ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, വിതരണം ചെയ്യാണ്. ഗിഫ്റ്റൊക്കെ ആ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന് വിതരണം ചെയ്യാണ്. ഷീ ഈസ് ഹോൾഡിങ് എ ഗിഫ്റ്റ് ബോക്സ് ആൻഡ് സം ഓഫ് ദ ചിൽഡ്രൻ ആർ ഓൾറെഡി ഹോൾഡിങ് ഗിഫ്റ്റ് ബോക്സ് ഓർ ഗിഫ്റ്റ് ബാഗ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഷീ ഈസ് ഗിവിങ് ഔട്ട് പ്രസൻസ്. അപ്പോൾ അവർ പ്രസൻസ് കൊടുക്കുകയാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ
പാഠഭാഗം നോക്കാം. ദ യെല്ലോ അംബ്രല്ല, മഞ്ഞ നിറമുള്ള കുട എന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതൊരു ഷോർട്ട് ഫിലിമാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതൊരു ജോസഫ് എന്ന ആളുടെ ഒരു കഥയാണ്. ഒരു അനാഥാലയത്തിൽ, അതായത് ഒരു ഓർഫനേജ് താമസിക്കുന്ന ജോസഫിൻ്റെ കഥയാണ് നമ്മൾ ദ യെല്ലോ അംബ്രല്ല. അപ്പോൾ അനാഥാലയത്തിൽ വെച്ച് അവൻ്റെ അച്ഛൻ വേർപിരിഞ്ഞ് പോവുകയാണ്, അച്ഛൻ അവിടെ ആക്കി പോവുകയാണ്. അപ്പോൾ അവന് നൽകിയൊരു മഞ്ഞ നിറമുള്ള കുടയാണ് ഈ ഒരു സ്റ്റോറിയിലെ പ്രധാന ഹൈലൈറ്റ്, ദ യെല്ലോ അംബ്രല്ല. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കൂടുതൽ ലെങ്തി ആവും വീഡിയോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമ്മറിയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. യെല്ലോ അംബ്രല്ല എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും മലയാളം എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ദ യെല്ലോ അംബ്രല്ല എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ജോസഫ്, എ യങ് ബോയ് ലിവ്ഡ് ഇൻ ആൻ ഓർഫനേജ് ഇൻ ബ്രസീൽ. അപ്പം ജോസഫ് ഒരു ചെറിയ കുട്ടിയാണ്, അവൻ എവിടെയാണ്? ബ്രസീലിലെ ഒരു ഓർഫനേജിലാണ് താമസിച്ചിരുന്നത്. ഈ വാണ്ടഡ് എ യെല്ലോ അംബ്രല്ല, അവർക്ക് എന്ത് വേണം? ഒരു യെല്ലോ അംബ്രല്ല വേണം. വിച്ച് സീംഡ് ലൈക്ക് എ സ്ട്രേഞ്ച് റിക്വസ്റ്റ്, അതൊരു സ്ട്രേഞ്ച് റിക്വസ്റ്റ് ആയിട്ട് അവർക്ക് തോന്നി. ബട്ട് ജോസഫ് ഹാഡ് എ സ്പെഷ്യൽ റീസൺ ഫോർ വാണ്ടിങ് ഇറ്റ്. പക്ഷേ ജോസഫിന് ആ ഒരു യെല്ലോ അംബ്രല്ല ചോദിക്കുന്നതിന് ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. ഇയേഴ്സ് എഗോ ജോസഫ് ഫാദർ ഹാഡ് ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ് ഓൺ എ റെയിനി ഡേ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജോസഫിൻ്റെ അച്ഛന് അവനെ ഓർഫനേജിലാക്കി. അതൊരു റെയിനി ഡേ ആയിരുന്നു, ഒരു മഴയുള്ള ദിവസമായിരുന്നു. യൂസിങ് എ ബിഗ് യെല്ലോ അംബ്രല്ല ടു കീപ് ദം ഡ്രൈ. അപ്പോൾ അവർ എന്തായിരുന്നു? ഒരു യെല്ലോ അംബ്രല്ല ചൂടിയിരുന്നു. ജോസഫ് നെവർ സോ ഹിസ് ഫാദർ അഗെയിൻ. പിന്നീട് ഒരിക്കലും ജോസഫ് അവൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. ബട്ട് ദ മെമ്മറി ഓഫ് ദ യെല്ലോ അംബ്രല്ല സ്റ്റേഡ് വിത്ത് ഹിം. പക്ഷേ ആ മഞ്ഞ നിറമുള്ള ആ കുടയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ടു ഫിലിം മേക്കേഴ്സ്, രണ്ട് ഫിലിം മേക്കേഴ്സ് വന്നു. ഹെലന ആൻഡ് മാരിയോ, ഹെലീനയും അതേപോലെ മാരിയോ പെസുമാണ് വന്നത്. ഹിയർഡ് ജോസഫ് സ്റ്റോറി ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻറ്റിമേറ്റഡ് ഫിലിം എബൌട്ട് ഇറ്റ്. അപ്പോൾ അവർ രണ്ടുപേരും, ഹെലീന, ഹിലാരിയോയും മാരിയോ പെസും എന്ത് കേട്ടു? ജോസഫിൻ്റെ ഈ സ്റ്റോറി കേട്ടു. അവരെന്ത് ചെയ്തു? ഇതൊരു ഫിലിമാക്കാമെന്ന് വിചാരിച്ചു. ദ ഫിലിം കോൾഡ് അംബ്രല്ല ടോൾഡ് ദ സ്റ്റോറി ഓഫ് ജോസഫ്സ് ലവ് ഫോർ ഹിസ് ഫാദർ. അപ്പോൾ ഈ ഫിലിമിൽ എന്താണ് പറയുന്നത്? ജോസഫിൻ്റെ അച്ഛനോടുള്ള സ്നേഹമാണ്. ഹാഡ് ഈസ് ഡിസയർ ടു ഹോൾഡ് ഓൺ ടു മെമ്മറീസ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുറുക്കെ പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശയവുമാണ്, ആഗ്രഹവുമാണ് ഈ ഒരു സ്റ്റോറിയിൽ നാം കാണുന്നത്. ദ ഫിലിം ബിക്കെയിം വെരി പോപ്പുലർ. ഫിലിം വളരെയധികം പോപ്പുലറായി ആൻഡ് വൺ മെനി അവാർഡ്സ്, ഒരുപാട് അവാർഡ് വാരിക്കൂട്ടി. ഇറ്റ് റിമൈൻഡഡ് പീപ്പിൾ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, ലവ് ആൻഡ് മെമ്മറീസ്. അത് ആൾക്കാരെ എന്തിനെയൊക്കെ ഓർമ്മിപ്പിച്ചു? ഒരു കുടുംബത്തെയും കുടുംബത്തിനുള്ള സ്നേഹത്തെയും കുടുംബത്തിലെ ഓർമ്മകളെയും കുറിച്ചൊക്കെ ജനങ്ങളെ അത് ഓർമ്മിപ്പിച്ചു. ജോസഫ് സ്റ്റോറി ഷോഡ് ദാറ്റ് ഈവൻ സ്മോൾ ഒബ്ജക്ട്സ് ലൈക്ക് യെല്ലോ അംബ്രല്ല ക്യാൻ ഹോൾഡ് എ ബിഗ് മീനിങ് ആൻഡ് ഇമോഷൻസ്. അപ്പം ജോസഫിൻ്റെ സ്റ്റോറി എന്താണ് പറയുന്നത്? ഒരു ചെറിയൊരു ഒബ്ജക്റ്റാണ്, ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ നിറമുള്ള കുട എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒബ്ജക്റ്റാണ്. അത് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് മീനിങ് ആണ് ആ ലൈഫിൽ ഉണ്ടായിരുന്നത്. The film Umbrella is a heartwarming story about the power of love and memories. അപ്പോൾ ഈ സ്റ്റോറി എന്താ പറയുന്നത്? ആ ഫിലിം എന്താ പറയുന്നത്? പവർ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഒരു പവറാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഓർമ്മകളുടെ ആ ഒരു പവറുമാണ് കാണിക്കുന്നത്. ഇറ്റ് ടീച്ച് അസ് ടു അപ്രോപ്രിയേറ്റ് ദ പീപ്പിൾ ആൻഡ് തിങ്സ് ദാറ്റ് മാറ്റർ മോസ്റ്റ് ഇൻ അവർ ലൈഫ്സ്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവല്ലേ എന്തെങ്കിലും ഓർമ്മകൾ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ നമുക്കൊരു ഓർമ്മകളൊക്കെ വരുന്നത്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു യെല്ലോ അംബ്രല്ല എന്നൊരു സ്റ്റോറി നമുക്ക് സമ്മാനിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് നമുക്ക് വേർഡ് നോക്കാം. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ ചെറുത്, എ ലിറ്റിൽ ഇമ്പോർട്ടൻസ്, ചെറുത് എന്നുള്ള അർത്ഥമാണ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ആന്തരികം, നമ്മുടെ ഉള്ളിലുള്ളത്. ബിലോങ്ങിങ് നാച്ചുറലി. മോൺഫുൾ എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള, ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് സാഡ്നെസ്. റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ. പീപ്പിൾ ഹൂ ഹാവ് ഫ്ലഡ് ദെയർ ഹോംസ് ഡ്യൂ ടു ഫിയർ ഓർ പെർസിക്യൂഷൻ. എച്ച്ഡ് എന്ന് പറഞ്ഞാൽ കൊത്തി വെക്കുക, ഡീപ്ലി ഫിസ്റ്റ് ഓർ ഇമ്പസ്റ്റ്. എമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പ, ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ഫീലിംഗ്. അനിമേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനിമേഷൻ. ഓക്കെ,
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ആർ മെമ്മറീസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്സ്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? മെമ്മറീസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ക്യാൻ ഇവോക്ക് ഇമോഷൻസ്. അത് നമ്മുടെ ഇമോഷൻസിനെ ഉണർത്തുകയാണ്. ഇവോക്ക് ഇമോഷൻസ്, ഇൻഫ്ലുവൻസ് അവർ ഡിസയേഴ്സ് ആൻഡ് കണക്ട് ആസ് ടു അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെയും പാസ്റ്റിലുള്ള മുമ്പ് നടന്ന റിലേഷൻഷിപ്പിനെയും ഒക്കെ കണക്ട് ചെയ്യാൻ മെമ്മറീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ഹെലീന, ഹിലേരിയോ ആൻഡ് മേരിയോ പെർസ്ഗെറ്റ് ദ ത്രെഡ് ഫോർ ദ ഫിലിം? അപ്പോൾ അവരുടെ ഫിലിമിനുള്ള ത്രെഡ് എന്ന് പറഞ്ഞാൽ ആ കഥാതന്തു, ആ കഥ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്? ഹെലീന, ഹിലേരിയോ ആൻഡ് മാരിയോ പെർസ് ഗോട്ട് ദ ഐഡിയ ഫോർ ദ ഫിലിം അംബ്രല്ല ഫ്രം ജോസഫ് സ്റ്റോറി. ജോസഫിൻ്റെ സ്റ്റോറിയിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. വിച്ച് ഹെലീന ഹിയേർഡ് ഫ്രം ഹെർ സിസ്റ്റർ. ഹെലീന അത് എവിടെ നിന്ന് കിട്ടിയത്? അവരുടെ സിസ്റ്ററിൽ നിന്നാണ് കിട്ടിയത്. ജോസഫ് സ്റ്റോറി വാസ് അബൌട്ട് ഹിസ് പെയിൻഫുൾ മെമ്മറി ഓഫ് ഹിസ് ഫാദർ ലീവിങ് ഹിം അറ്റ് ആൻ ഓർഫനേജ് ഓൺ എ റെയിൻ ഡേ വിത്ത് എ യെല്ലോ അംബ്രല്ല. ഇപ്പം ജോസഫ് സ്റ്റോറി എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനെ കുറിച്ചുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഒരു നല്ല മഴയുള്ള ദിവസം അനാഥാലയത്തിൽ ഒരു യെല്ലോ അംബ്രല്ലയുമായിട്ട് ഉപേക്ഷിച്ച് പോകുന്ന അച്ഛൻ്റെ ഓർമ്മയാണുള്ളത്. ദി സ്റ്റോറി ഇൻസ്പയർഡ് ദ ഫിലിം മേക്കേഴ്സ് ടു ക്രിയേറ്റ് ദ ആനിമേറ്റഡ് ഫിലിം അംബ്രല്ല. ഇതാണ് അവരെ ഇൻസ്പയർ ആക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ജോസഫ്, ദ യങ് ബോയ് ഫ്രം പാൽമാസ്, ഹാവ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് ടു എ യെല്ലോ അംബ്രല്ല? എന്തുകൊണ്ടാണ് പൽമാസിൽ നിന്നുള്ള കുട്ടിയായ ജോസഫിന് ആ മഞ്ഞക്കുടയോട് ഇത്രയും അറ്റാച്ച്ഡ് ആയത്? എന്തുകൊണ്ടാണ്? ജോസഫ് ഹാഡ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് ടു എ യെല്ലോ അംബ്രല്ല ബിക്കോസ് ഇറ്റ് റിമൈൻഡഡ് ഹിം ഓഫ് ഹിസ് ഫാദർ. അപ്പോൾ അത് എന്താണ്? ആ യെല്ലോ അംബ്രല്ല കാണുമ്പോൾ ഒക്കെ അവൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. ഹു ഹാഡ് ലെഫ്റ്റ് ഹിം അറ്റ് ആൻ ഓർഫനേജ് ഓൺ എ റെയിനി ഡേ യൂസിങ് എ യെല്ലോ അംബ്രല്ല ഫോർ പ്രൊട്ടക്ഷൻ. ദിസ് പെയിൻഫുൾ മെമ്മറി ക്രിയേറ്റഡ് എ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഇൻ ജോസഫ്സ് മൈൻഡ് ബിറ്റ്വീൻ ദ യെല്ലോ അംബ്രല്ല ആൻഡ് ഹിസ് ഫാദർ. അപ്പോൾ ഈ ഒരു വേദനാജനകമായ മെമ്മറി അവൻ്റെ മനസ്സിൽ ഒരു വളരെയധികം വലിയ കണക്ഷനാണ്. ഈ മഞ്ഞ കുടയും അതേപോലെ തന്നെ അച്ഛനും വളരെയധികം കണക്റ്റഡ് ആയിരുന്നു ജോസഫിൻ്റെ ഓർമ്മകളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ജോസഫ് ഫാദർ ലീവ് ഹിം അറ്റ് ദ ഓർഫനേജ്? എന്തുകൊണ്ടാണ് ഓർഫനേജിൽ അവിടെ ഉപേക്ഷിച്ച് പോയത്? എന്തുകൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ച് പോയത്? Joseph's father left him at the orphanage due to a tough situation likely driven by financial or personal struggles. ഒരു പക്ഷേ എന്തായിരിക്കാം, ഒരു പേഴ്സണൽ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്ട്രഗിൾ കൊണ്ടോ ആയിരിക്കാം ഓർഫനേജിൽ വിട്ടുപോയത്. ഡിസ്പൈറ്റ് ദ ഡിഫിക്കൽറ്റി ഓഫ് ദ ഡിസിഷൻ, ദ ഫാദേഴ്സ് ആക്ഷൻസ് വർ മോട്ടിവേറ്റഡ് ബൈ ലവ് ആൻഡ് എ ഡിസയർ ടു പ്രൊവൈഡ് ജോസഫ് വിത്ത് എ സേഫർ മോർ സ്റ്റേബിൾ ഫ്യൂച്ചർ. അപ്പോൾ ചിലപ്പോൾ അച്ഛന് തോന്നിയിട്ടുണ്ടാവും കുറച്ചുകൂടി നല്ല ഒരു സേഫായിട്ടുള്ള നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു ഭാവി ആ ഓർഫനേജിൽ ഉണ്ടാവും. തൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷ ജോസഫിന് ആ ഓർഫനേജിൽ നിന്നുണ്ടാവും എന്നുള്ളൊരു ബോധത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഓർഫനേജിൽ ഉപേക്ഷിച്ച് പോയത്. വാട്ട് ഡസ് ദിസ് ടെൽ അസ് അബൌട്ട് ദിയർ സിറ്റുവേഷൻ? എന്താണ് ഈ ഒരു അവസ്ഥ നമ്മളോട് പറയുന്നത്? ദിസ് ടെൽസ് അബൌട്ട് ദ ജോസഫ് ഫാമിലി വാസ് ഫേസിങ് ഡിഫിക്കൽട്ട് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഡ്യൂ ടു ഹിസ് ഫാദേഴ്സ് പ്രൊലോങ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അവരുടെ ഫാദറിന് ഒരുപാട് കാലമായിട്ട് എന്താണ്, ജോലിയില്ല. ദ ഫാദേഴ്സ് ഡിസിഷൻ ടു ലീവ് ജോസഫ് അറ്റ് ദ ഓർഫനേജ് സജസ്റ്റ് ദാറ്റ് ദേ വർ സ്ട്രഗ്ലിംഗ് ടു പ്രൊവൈഡ് ബേസിക് നീഡ്സ്. അപ്പോൾ അച്ഛന് ജോസഫിനെ ഓർഫനേജിൽ ഉപേക്ഷിക്കാൻ കാരണം എന്തായിരിക്കും? അവരുടെ സ്ട്രഗ്ലിംഗ് ടു പ്രൊവൈഡ് ബേസിക് നീഡ്സ്, പ്രാഥമിക ആവശ്യങ്ങൾ കൂടി അവർക്ക് ഒത്തുകൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. ആൻഡ് ദ ഫാദർ ഫെൽറ്റ് ദാറ്റ് ദ ഓർഫനേജ് വുഡ് ഓഫർ മോർ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ലൈഫ് ഫോർ ഹിസ് സൺ. ചിലപ്പോൾ ഓർഫനേജ് നല്ലൊരു സുരക്ഷിതമായ ജീവിതം അല്ലെങ്കിൽ സുരക്ഷിതമായ ഭാവി അവനക്ക് ഉണ്ടാവും എന്നൊരു ബോധത്തിനാലാവാം ചിലപ്പോൾ ആ ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ച് പോയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2 ആക്ടിവിറ്റിയാണ് നമുക്കുള്ളത്. 4 ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഇമാജിൻ വൺ ഡേ ദ യെല്ലോ അംബ്രല്ല സ്പോക്ക് ടു ജോസഫ്. ഐ ആം റെഡി ടു ടേക്ക് you anywhere you would like to go. Where do you think he would want to go? ഒരു ദിവസം നമ്മൾ സങ്കല്പിക്കുകയാണ്, യെല്ലോ അംബ്രല്ല ജോസഫിനോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറയാണ്.
അപ്പം കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. നമുക്കൊരു ഹിൻസായിട്ട് ഹി മൈറ്റ് ചൂസ് ടു ഗോ ബാക്ക് ടു ദ റെയിനി ഡേ വെൻ ഹി ആൻഡ് ഹിസ് ഫാദർ വോക്ക്ഡ് ടു ദ ഓർഫനേജ്. ചിലപ്പോൾ അവന് എവിടെ പോകാൻ, ആ റെയിനി ഡേയിലേക്ക് പോകാനായിരിക്കും അവൻ വിചാരിക്കുക. ഹി മൈറ്റ് വിഷ് ടു വിസിറ്റ് ദ കൺട്രി ഓർ സിറ്റി ഹിസ് ഫാദേഴ്സ് ഒറിജിൻ വെറെവർ ദാറ്റ് മേ ബി. ഹി മൈറ്റ് prefer to visit a bustling, colorful carnival or fair. He might go for a travel to a calm and attractive beach at sunset. The options are: can you develop a story using any one of the plots given below? അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റോറി നോക്കാം. Joseph was amazed when the yellow umbrella spoke to him. ജോസഫ് വളരെയധികം ആശ്ചര്യപ്പെട്ടു. യെല്ലോ അംബ്രല്ല അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഐ വിൽ ടേക്ക് യു എനിവർ ഇറ്റ് സെഡ്. ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ജോസഫ് തോട്ട് ഫോർ എ മൊമെൻറ്റ്. ജോസഫ് അപ്പോൾ ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു. ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ദ റെയിനി ഡേ വെൻ മൈ ഫാദർ ആൻഡ് ഐ വാക്ക്ഡ് ടു ദ ഓർഫനേജ്. എനിക്ക് എങ്ങോട്ട് പോകണം? എനിക്ക് ആ റെയിനി ഡേയിലേക്ക് പോകണം. അന്ന് എൻ്റെ അച്ഛനും ഞാനും ഓർഫനേജിലേക്ക് വന്ന ആ മഴയുള്ള ദിവസത്തേക്കാണ് എനിക്ക് പോകേണ്ടത് എന്ന് ജോസഫ് യെല്ലോ അംബ്രല്ലയോട് പറയുകയാണ്. ദ അംബ്രല്ല നോഡഡ്. അംബ്രല്ല ഇങ്ങനെ തലയാട്ടി. ആൻഡ് ലിഫ്റ്റഡ് ജോസഫ് ഓഫ് ദ ഗ്രൗണ്ട്. എന്നിട്ട് ജോസഫിനെ ഉയർത്തിക്കൊണ്ടുപോയി. ദേ ഫ്ലൂ ത്രൂ എയർ. അവരങ്ങനെ ആകാശത്ത് സഞ്ചരിച്ചു. ആൻഡ് ദ സീനറി ചേഞ്ച്ഡ്. പെട്ടെന്നാണ് ആ സീനറി ഒക്കെ ചേഞ്ചായി. ജോസഫ് സോ ദ ഓർഫനേജ് ആൻഡ് ഫെൽറ്റ് എ മിക്സ് ഓഫ് എമോഷൻസ്. അങ്ങനെ ആ ഒരു ദിവസത്തേക്ക്, അതായത് പണ്ട് നടന്ന ആ ഒരു റെയിനി ഡേയിലേക്ക് വരികയാണ്. അപ്പോൾ ജോസഫ് ആ ഓർഫനേജ് കണ്ടു. അവനക്ക് ഒരുപാട് ഇമോഷൻസ് വന്നു. ദ അംബ്രല്ല ലാൻഡഡ് ഓൺ ദ വെറ്റ് പേയ്മെൻറ്റ് ആൻഡ് ജോസഫ് സ്റ്റെപ്ഡ് ഔട്ട്. ഹി സോ ഹിസ് ഫാദർ സ്റ്റാൻഡിങ് ബിസൈഡ് ഹിം സ്മൈലിംഗ് ആൻഡ് ഹോൾഡിംഗ് ദ അംബ്രല്ല. അങ്ങനെ അവർ ആ പേയ്മെൻറ്റ് ആ നടപ്പാതയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ജോസഫ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരെ കണ്ടു? അച്ഛനെ കണ്ടു. അച്ഛൻ അവൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. സ്മൈലിംഗ് ആൻഡ് ഹോൾഡിംഗ് ദ അംബ്രല്ല. ആ കുടയും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ദേ വാക്ക്ഡ് ടുഗദർ ഇൻ സൈലൻസ്. അവരങ്ങനെ കുറേ നേരം നടന്നു. ദ റെയിൻ ബൗൺസിങ് ഓഫ് ദ അംബ്രല്ല. അപ്പോൾ ഈ ഒരു മഴത്തുള്ളികൾ വന്നിട്ട് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് അംബ്രല്ലയുടെ മേലെ, കുടയുടെ മേലെ ഇങ്ങനെ മഴത്തുള്ളികൾ വന്നിട്ട് ബൗൺസിങ് ഓഫ് എന്ന് പറയുക തട്ടിത്തെറിപ്പിക്കുക. ജോസഫ് ഫാദർ സ്റ്റോപ്ഡ് ആൻഡ് സെഡ്. അങ്ങനെ അച്ഛൻ അവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാം. ഐ ആം സോറി സൺ, എന്നോട് ക്ഷമിക്കണം. ഐ ഹാഡ് ടു ലീവ് യു ഹിയർ ബട്ട് ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു. എനിക്ക് നിന്നെ ഇവിടെ ഉപേക്ഷിച്ചേ മതിയാവൂ, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ എന്നും ഉണ്ടാവും എന്ന് പറയാനും. ജോസഫ് ഫെൽറ്റ് എ സെൻസ് ഓഫ് പീസ്. ദ അംബ്രല്ല ഫ്ലറ്റേർഡ് ആൻഡ് ജോസഫ് റിട്ടേൺ ടു ദ പ്രസൻറ്റ്. അങ്ങനെ അവനക്കൊരു നല്ലൊരു സമാധാനം തോന്നി. അങ്ങനെ ആ അംബ്രല്ല അവിടുന്ന് പോവുകയാണ്. അതേപോലെ തന്നെ ജോസഫ് ഇപ്പോഴുള്ള പ്രസൻറ്റിലേക്ക് വരികയാണ്. ഹി സ്മൈൽഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ജേർണി ബാക്ക് ഇൻ ടൈം. അപ്പോൾ അവനിക്ക് വളരെയധികം സന്തോഷമായി. ആ ഒരു ജേർണി അവനെ വളരെയധികം ആസ്വദിച്ചു. ഹി ന്യൂ ഹിസ് ഫാദേഴ്സ് ലവ് വുഡ് ഓൾവേസ് ബി വിത്ത് ഹിം. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ആ ഒരു സ്നേഹം എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അവന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എന്താണ്? ഹിയർ a letter Joseph wrote to his father, but only the initial part is tried to complete. അപ്പോൾ അച്ഛൻ എഴുതിയ ഒരു കത്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. മേഴ്സി ഹോം XYZ സ്ട്രീറ്റ്. ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. ഡിയർ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താം? ഡിയർ ഡാഡ് എന്താ എഴുതിയത്? ഹോപ്പ് യു ആർ ഫൈൻ wherever you are. It has been a long time since we were together. നിങ്ങൾ എവിടെ ആയിരുന്നാലും നമ്മൾ ഒരുപാട് കാലമായി നമ്മൾ കണ്ടുമുട്ടിയിട്ട്. ഐ മിസ് യു ലോട്ട് ലാൻഡ്. എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐ റിമെമ്പർ എ റെയിനി ഡേ വെൻ വി വാക്ക്ഡ് അണ്ടർ എ ബിഗ് യെല്ലോ അംബ്രല്ല. നമ്മൾ രണ്ടാളും ഒരുമിച്ച് ആ വലിയ മഞ്ഞ കുടയുടെ കീഴിൽ നടന്ന ആ ഒരു റെയിനി ഡേയെ ഞാൻ ഓർമ്മിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് അംബ്രല്ല. എനിക്കിപ്പോഴും ആ അംബ്രല്ല എൻ്റെ കൂടെയുണ്ട്. ഡാഡ്, ഇറ്റ് ഈസ് എ റിമൈൻഡർ ഓഫ് ദ ലവ് ആൻഡ് സാക്രിഫൈസസ് യു മെയ്ഡ് ഫോർ മീ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. താങ്കളുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇറ്റ് ഈസ് എ റിമൈൻഡർ ഓഫ് ദ ലവ് ആൻഡ് സാക്രിഫൈസ് യു മെയ്ഡ് ഫോർ മീ.
I wish I could turn back time and be with you again, but I know that is not possible. എനിക്ക് ആ കാലത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ട്, പക്ഷെ അത് പോസിബിൾ അല്ലല്ലോ. ഐ വാണ്ട് യു ടു നോ ദാറ്റ് ഐ ആം ഡൂയിങ് വെൽ ഡാഡ്. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഐ ആം ഹാപ്പി ആൻഡ് സേഫ് ഹിയർ അറ്റ് മേഴ്സി ഹോം. ഞാൻ ഹാപ്പിയാണ്, സേഫാണ്. ബട്ട് സംടൈംസ് വെൻ ഇറ്റ് റെയിൻസ് ഐ സ്റ്റിൽ ലുക്ക് അപ്പ് ദ സ്കൈ ആൻഡ് വിഷ് യു വർ ഹിയർ വിത്ത് മീ. എപ്പോഴെങ്കിലും മഴ പെയ്യുമ്പോൾ ഞാൻ താങ്കളെ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ ആകാശത്തേക്ക് നോക്കും. ഐ സ്റ്റിൽ ലുക്ക് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് വിഷ് യു വർ ഹിയർ വിത്ത് മീ. താങ്കൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഐ ലവ് യു ഡാഡ്, ഐ ഓൾവേസ് ലവ് ജോസഫ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ഫ്രണ്ട് ജെറാൾഡ് ദ റെഫ്യൂജീസ് ക്യാമ്പ്. ഇപ്പോൾ റെഫ്യൂജീസ് ക്യാമ്പിൽ ഫ്രണ്ട് തമ്മിലുള്ള സംഭാഷണമാണ്. എന്താണ്? ജോസഫ്, ജെറാൾഡ്, ബീയിങ് ഇൻ ദിസ് ക്യാമ്പ് ഈസ് റിയലി ടഫ്, എസ്പെഷ്യലി ഫോർ അസ് കിഡ്സ്. ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടല്ലേ, പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾക്ക്. അപ്പോൾ ജെറാൾഡ് പറയും, ഐ മിസ് മൈ മോം ഡാഡ് ലോട്ട്. എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും മിസ് ചെയ്യുന്നു. ഐ നോ ഹൗ യു ഫീൽ. എനിക്കറിയാം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഡാഡ് ഹാവ് ടു ലീവ് മീ ഹിയർ ആൻഡ് ഐ ഹാവ് സീൻ ഹിം സിൻസ്. എൻ്റെ അച്ഛൻ ഇവിടെ എന്നെ ഉപേക്ഷിച്ച് പോയി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ്സ് ടെറിബിൾ. ബട്ട് യു നോ വാട്ട് ജെറാൾഡ് ക്യാൻ ബി ലൈക്ക് എ ഫാമിലി ഹിയർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. അപ്പോൾ ജെറാൾഡ്, യു ആർ റൈറ്റ് ജോസഫ്, ഫ്രണ്ട്സ് ക്യാൻ ബി ലൈക്ക് ഫാമിലി ടു. Friends like be family too. And Gerald, the school here is not like what it used to be. It is not easy to let. സ്കൂളൊന്നും അത്ര വലിയ ശരിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഐ നോട്ടീസ് ദാറ്റ് ടു. ഇറ്റ് ഈസ് വെരി ക്രൗഡഡ് ആൻഡ് നോയ്സി. വളരെ ക്രൗഡഡ് ആണ്, നോയ്സിയാണ്, എപ്പോഴും ഒച്ചയാണ്. ബട്ട് വി കാൺ ഗിവ് അപ്പ് ഓൺ ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പക്ഷെ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഫ്യൂച്ചറിന് നമുക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജെറാൾഡ്, ഐ ലൈക്ക് ദ ഐഡിയ ഓഫ് ജോസഫ്. ലെറ്റ് us ഹെൽപ്പ് ഈച്ച് അതർ ലേൺ ആൻഡ് ഗെറ്റ് സ്മാർട്ടർ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറയാം. ഗ്രേറ്റ്, വി ക്യാൻ ബി സ്റ്റഡി ബഡീസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജീസ്. എ ഫ്യൂ ഹിൻസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതാനാണ്. കുറച്ച് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ 2 ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് തന്നെ ലാക്ക് ഓഫ് ഷെൽട്ടറാണ്, ഹങ്കറാണ്. ഇനി നമുക്ക് ട്രോമ എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എഴുതാം. ഓക്കെ, ട്രോമ എന്ന് നമുക്ക് എഴുതാം, എഡ്യൂക്കേഷൻ എഴുതാം, ന്യൂട്രീഷൻ എഴുതാം, എക്സ്പോഷർ എഴുതാം, ഇൻസെക്യൂരിറ്റി, സെപ്പറേഷൻ. ഇതൊക്കെ നമുക്ക് ആ കോളത്തിൽ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഒരു എന്താണ് പാരഗ്രാഫ് എഴുതാം. ചൈൽഡ് റെഫ്യൂജീസ് ഫേസ് ബിഗ് പ്രോബ്ലംസ്. ദേ നീഡ് എ സേഫ് പ്ലേസ് ടു ലിവ്. വിത്തൗട്ട് എ ഹോം ദേ ഗെറ്റ് സിക്ക് ഫ്രം ബാഡ് വെതർ ആൻഡ് ഫീൽ സ്കെയർഡ്. മെനി ആർ ഹംഗ്രി ബിക്കോസ് ദേ കാണ്ട് ഗെറ്റ് ഹെൽത്തി ഫുഡ്. ഇപ്പോൾ ചൈൽഡ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ. റെഫ്യൂജീസ് എന്ന് പറയാമല്ലോ, അഭയാർത്ഥികൾ. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ദേ നീഡ് എ സേഫ് പ്ലേസ് ടു ലിവ്. അവർക്ക് ജീവിക്കാൻ ഒരു സുരക്ഷിതമായ സ്ഥലം വേണം. വിത്തൗട്ട് എ ഹോം ദേ ഗെറ്റ് സിക്ക് ഫ്രം ബാഡ് വെതർ ആൻഡ് ഫീൽ സ്കെയർഡ്. മെനി ആർ ഹംഗ്രി. എല്ലാവർക്കും വിശപ്പുണ്ട്. കാരണം എന്താണ്? അവർക്ക് ഹെൽത്തി ഫുഡൊന്നും കിട്ടുന്നില്ല. ദീസ് കിഡ്സ് സീ ബാഡ് തിങ്സ് ലൈക്ക് വയലൻസ്. ചിലപ്പോൾ അവർ വയലൻസൊക്കെ കാണാം. ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. ദേ മിസ് സ്കൂൾ, സോ ദേ ഫോൾ ബിഹൈൻഡ്. അവർക്ക് സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദീസ് കിഡ്സ് ആർ സ്ട്രോങ്. പക്ഷേ ഇവരൊക്കെ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആണ്. ദേ വാണ്ട് എ ബെറ്റർ ലൈഫ്. അവർക്കൊരു നല്ലൊരു ജീവിതം ആവശ്യമാണ്. ദേ വർക്ക് ഹാർഡ് ടു മേക്ക് ദെയർ ലീവ്സ് ബെറ്റർ. ഇതൊരു സിമ്പിൾ പാരഗ്രാഫാണ്. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് പാരഗ്രാഫ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വേറൊരു മോഡലാണ്. ചൈൽഡ് റെഫ്യൂജീസ് എൻകൗണ്ടർ സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച്. വൺ ഓഫ് ദെയർ പ്രൈമറി കൺസേൺ ഈസ് ഫൈൻഡിങ് എ സെക്യൂർ പ്ലേസ് ടു ലിവ്. അവർക്ക് ജീവിക്കാൻ നല്ല സുരക്ഷിതമായ സ്ഥലം, അതാണ് അവരുടെ പ്രൈമറി കൺസേൺ. വിത്തൗട്ട് എ ഹോം ദേ ആർ എക്സ്പോസ്ഡ് ടു ഹാർഷ് വെതർ കണ്ടീഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. Many child refugees struggle with hunger due to limited access to nutritious food. They often witness traumatic events such as violence and may be separated from their loved ones. As a result, their education is frequently disrupted, making it difficult for them to keep pace with their peers. Despite these hardships, many child refugees demonstrate remarkable resilience and determination. They strive to rebuild their lives and create a brighter future.
അപ്പോൾ 2 മോഡൽ തന്നിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്കൊരു is a conversation between Hilarious sister and Joseph when they distributing toys. Let us complete the conversation. ഒരു കോൺവെർസേഷൻ ആണ് ജോസഫും ഹിലാരിയസ് സിസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. 2 ലൈന് തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ഹിലാരിയസ് സിസ്റ്റർ, ഹലോ, വാട്ട് ഷുഡ് ഐ കോൾ യു? ഞാൻ നിന്നെ എന്താ വിളിക്കുക? ജോസഫ്, ഐ ആം ജോസഫ്, ഞാൻ ജോസഫാണ്. ഹിലാരിയസ് സിസ്റ്റർ, ജോസഫ്, വൈ ആർ യു നോട്ട് പ്ലേയിങ് വിത്ത് ദ അതർ ചിൽഡ്രൻ? ഡോണ്ട് യു ലൈക്ക് ടോയ്സ്? നീ എന്താ വേറെ കുട്ടികളുടെ കൂടെയൊന്നും കളിക്കാത്തത്? നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ ജോസഫ് പറയുന്ന ഐ ഡു ലൈക്ക് ടോയ്സ് ബട്ട്, എനിക്കിഷ്ടമാണ് പക്ഷേ. അപ്പോൾ ഹിലാരിയസ് സിസ്റ്റർ ചോദിക്കണ്ടേ ബട്ട് വാട്ട് ജോസഫ്? എന്താണ് ജോസഫേ? ജോസഫ്, മൈ ഫാദർ യൂസ്ഡ് ടു ബ്രിങ് മീ ടോയ്സ് ബട്ട് ഹീ ഈസ് നോട്ട് ഹിയർ എനിമോർ. എൻ്റെ ഫാദർ എനിക്ക് ടോയ്സൊക്കെ കൊണ്ടുവന്നിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ലല്ലോ. ഹിലാരിയസ് സിസ്റ്റർ, ഓ ജോസഫ്, ഐ ആം സോ സോറി, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ടോയ്? നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ് എന്താണ്? ജോസഫ് തിങ്ക് ആലോചിച്ചിട്ട് പറയാണ് ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് എ യെല്ലോ അംബ്രല്ല. എനിക്ക് വേണ്ടത് എന്താണ്? ഒരു യെല്ലോ അംബ്രല്ലാണ്. ഹിലാരിയസ് സിസ്റ്റർ, അപ്പോൾ ഹിലാരിയസ് സിസ്റ്റർ ക്യൂരിയസ് ആയിട്ട് ചോദിക്കണേ യെല്ലോ അംബ്രല്ല, വൈ ഈസ് ദാറ്റ് സ്പെഷ്യൽ? എന്തുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആവുന്നത്? ജോസഫ് സ്മൈൽസ് സ്ലൈറ്റ്ലി, പുഞ്ചിരിയോടെ പറയാണ് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാദർ. അത് എൻ്റെ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്നു. ഹി ഹാഡ് എ ബിഗ് യെല്ലോ അംബ്രല്ല ദാറ്റ് ഹി യൂസ്ഡ് ടു ക്യാരി വെൻ വി വാക്ക്ഡ് ടുഗദർ ദ റെയിൻ. അപ്പോൾ ഒരു സിമ്പിൾ കോൺവെർസേഷനാണ്. ഇനി നമുക്ക് വേറൊരു മോഡൽ നോക്കാം. ഐ ലൈക്ക് ടോയ്സ് ബട്ട് ഹിലാരി, വാട്ട്സ് റോങ് ജോസഫ്? എന്താ നിങ്ങൾക്ക് പറ്റിയേ? മൈ ഡാഡ് യൂസ്ഡ് ടു ബ്രിങ് മീ ടോയ്സ് ബട്ട് ഹി ഈസ് ഗോൺ. എൻ്റെ അച്ഛൻ എനിക്ക് ടോയ്സൊക്കെ കൊണ്ടുവരുന്നു, പക്ഷേ അദ്ദേഹം ഇപ്പോഴില്ല. സോറി ജോസഫ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ടോയ്? നിൻ്റെ ഫേവറേറ്റ് ടോയ് എന്താണ്? ഐ വാണ്ട് എ യെല്ലോ അംബ്രല്ല. എനിക്കൊരു യെല്ലോ അംബ്രല്ല വേണം. അപ്പോൾ ഹിലാരി സിസ്റ്റർ ചോദിക്കണം വൈ യെല്ലോ? അപ്പോൾ പറയാണ് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഡാഡ്സ് അംബ്രല്ല, വി വുഡ് വാക്ക് ടുഗദർ ഇൻ ദ റെയിൻ. ഓക്കെ, അപ്പം 2 കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് പ്രിപ്പയർ സം സ്ലോഗൻ ആൻഡ് മെസ്സേജസ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് റെഫ്യൂജി ഡേ. അപ്പം വേൾഡ് റെഫ്യൂജി ഡേ, അഭയാർത്ഥി ദിനത്തോടനുബന്ധിച്ച് കുറച്ച് മെസ്സേജസ് ഒക്കെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പ് റെഫ്യൂജീസ്, വി കാൺട്ട് അബാൻഡൻ ദം, വേൾഡ് റെഫ്യൂജി ഡേ. അപ്പം നമുക്ക് മെസ്സേജസും സ്ലോഗൻസും എഴുതണം, കൂടാതെ നമ്മളൊരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസ് നോക്കാം. എന്താണ്? ഓപ്പൺ ഹാർട്ട്സ്, ഓപ്പൺ ബോർഡേഴ്സ്, റെഫ്യൂജീസ് വെൽക്കം സേഫ്ലി, ഡിഗ്നിറ്റി, ഹോപ്പ്. ഇനി അടുത്ത സ്റ്റാൻഡ് വിത്ത് റെഫ്യൂജീസ് ടുഗദർ ഫോർ ബെറ്റർ ടുമാറോ, നോ ഹ്യൂമൻ ഈസ് ഇല്ലീഗൽ, റെസ്പെക്ട് റെഫ്യൂജി റൈറ്റ്സ്, കമ്പാഷൻ ഇൻ ആക്ഷൻ, സപ്പോർട്ടിങ് റെഫ്യൂജീസ് വേൾഡ് വൈഡ്. അപ്പോൾ സ്ലോഗൻസ് നമുക്ക് എഴുതി നോക്കാം. അതേപോലെ ഇനി മെസ്സേജസ് നോക്കാം. ലെറ്റ് us ഷോ അവർ സപ്പോർട്ട് ഫോർ റെഫ്യൂജീസ് ഹു ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ഫ്ലീ ദെയർ ഹോംസ്, ദേ ഡിസേർവ് അവർ കൈൻഡ്നസ്, കമ്പാഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി സെക്കൻഡ് വൺ നോക്കാം. ഓൺ വേൾഡ് റെഫ്യൂജി ഡേ ലെറ്റ് us റിമെമ്പർ ദാറ്റ് റെഫ്യൂജീസ് ആർ നോട്ട് ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, ദേ ആർ പീപ്പിൾ വിത്ത് ഹോപ്സ്, ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. തേർഡ് വൺ നോക്കാം. റെഫ്യൂജീസ് ആർ നോട്ട് ബേർഡൻസ്, ദേ ആർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത്, ഡൈവേഴ്സിറ്റി ആൻഡ് എൻറിച്ച്മെൻറ്റ്. ലെറ്റ് us വെൽക്കം ദം വിത്ത് ഓപ്പൺ ആംസ്. Every refugee has a story to tell. Let us listen, learn and show our solidarity with those who have been displaced. നെക്സ്റ്റ് അഞ്ചാമത്തെ മെസ്സേജ് നോക്കാം. ടുഗദർ വി ക്യാൻ മേക്ക് ഡിഫറൻസ് ഇൻ ദ ലീവ്സ് ഓഫ് റെഫ്യൂജീസ്, ലെറ്റ് us ആക്ട് വിത്ത് എംപതി, കൈൻഡ്നസ് ആൻഡ് ജനറോസിറ്റീസ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 3 സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതുക. മെസ്സേജസും സ്ലോഗൻസും ഒരു 3 എഴുതിയാൽ മതി. ഇനി നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞത് വേൾഡ് റെഫ്യൂജി ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലോഗണ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ദ യെല്ലോ അംബ്രല്ല, ഒരു വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒരു ഫിലിം ബേസ്ഡ് സ്റ്റോറിയാണ്. ഇപ്പോൾ ജോസഫിൻ്റെ ആ യെല്ലോ അംബ്രല്ല, അവർ തമ്മിലുള്ള ആ കണക്ഷനും നമ്മൾ ആ മെമ്മറീസും അവരുടെ ഫാദറുമായിട്ടുള്ള ആ ബോണ്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനുള്ള എല്ലാ ആക്ടിവിറ്റീസും അതേപോലെ സമ്മറിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ
ഇതായിരുന്നു ഇന്നലെ നമ്മൾ ദ പ്രേയിങ് ഹാൻഡ്സ് അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദ പ്രേയിങ് ഹാൻഡ്സ്, പ്രാർത്ഥിക്കുന്ന കൈകൾ, യൂണിറ്റ് 4 ലാസ്റ്റ് ചാപ്റ്റർ. അതൊരു സ്റ്റോറിയാണ്. അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും സമ്മറിയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.